നമ്മുടെ ഈ ഭൂലോകത്തിനപ്പുറത്തായിട്ട് ഭുവർലോകം, സ്വർലോകം, മഹർലോകം, ജനലോകം, തപോലോകം. തപോലോകത്താണ് സനത് കുമാര ഋഷികൾ ഇരിക്കുന്നത്. 4 സമ്പ്രദായങ്ങളിൽ ഒരു സമ്പ്രദായം പ്രത്യേകിച്ച് സനത് കുമാര ഋഷികളിലൂടെ വരുന്നുണ്ട്. കുമാര സമ്പ്രദായം എന്ന് പറയും, ബ്രഹ്മസമ്പ്രദായം, ശ്രീ സമ്പ്രദായം, രുദ്ര സമ്പ്രദായം, കുമാര സമ്പ്രദായം. അന്നേരം ഭഗവാൻ സനത് കുമാര ഋഷികൾക്ക് കൊടുത്ത അറിവുകളിലൂടെ ഒരു പരമ്പര തന്നെ വരുന്നു. അന്നേരം ആധികാരികമായിട്ടുള്ള ഒരു ഗുരു ശിഷ്യ പരമ്പരയാണ് സനത് കുമാര ഋഷികളിലൂടെ വരുന്നത്. അന്നേരം ബ്രഹ്മദേവന്റെ ആദ്യത്തെ സൃഷ്ടിയാണ് സനത് കുമാര ഋഷികൾ. അവർ 4 ഋഷികളാണ്, 4 ജീവാത്മാക്കളാണ്. അവരുടെ ഉള്ളിൽ ആധ്യാത്മിക ജ്ഞാനത്തിന്റെ ശക്തി ഭഗവാൻ തന്നെ കൊടുക്കുകയാണ്. അതുകൊണ്ടാണ് സനത് കുമാര ഋഷികളെ ശക്തി ആവേശ അവതാരം എന്നും പറയും. ശ്രീമദ് ഭാഗവത്തിലെ നമ്മൾ ആദ്യത്തെ സ്കന്ധത്തിൽ ശ്രീകൃഷ്ണ ഭഗവാന്റെ അവതാര പട്ടികകളെ കുറിച്ച് പഠിക്കുമ്പോൾ അതിൽ സനത് കുമാര ഋഷികളും വരുന്നുണ്ട്. ഇതിൽ ആ സനത് കുമാര ഋഷികൾ ഭഗവാന്റെ അവതാരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ശക്തി ആവേശ അവതാരമാണ് ഭഗവാനെ കുറിച്ചുള്ള അറിവുകൾ നൽകാൻ വേണ്ടി. പിന്നെ പ്രത്യേകിച്ച് വൃന്ദാവനത്തിൽ ഒരു സമ്പ്രദായം തന്നെ ഇങ്ങനെയുണ്ട്, കുമാര സമ്പ്രദായം. അവരിലൂടെ വരുന്ന ഒരു സമ്പ്രദായമുണ്ട്. അന്നേരം നമ്മൾ മനസ്സിലാക്കേണ്ടത് ആധ്യാത്മിക അറിവുകളുടെ പല പല തലങ്ങൾ അറിയാവുന്ന മഹാ വ്യക്തിത്വങ്ങളാണ് സനത് കുമാര ഋഷികൾ. ബൃഹത് ഭാഗവതാമൃതത്തിലും നമുക്ക് കാണാൻ പറ്റും അല്ലേ? കാരണം ഗോപകുമാരൻ സനത് കുമാര ഋഷികളുമായിട്ടൊരു സംവാദമുണ്ട്. അപ്പോൾ സനത് കുമാര ഋഷികളാണ് ഗോപകുമാരനെ അടുത്ത ലോകത്തിലേക്ക് ഉയർത്തുന്നത്. അന്നേരം ആചാര്യന്മാരാണ്. നമുക്ക് ഈ ഒരു സന്ദർഭത്തിൽ സനത് കുമാര ഋഷികളുടെ പ്രഭാതങ്ങൾ നമസ്കരിച്ചിട്ട് അടുത്ത ശ്ലോകത്തിലേക്ക് കടക്കാം.